ഈ മെഷീൻ വെച്ചിട്ട് നമ്മുടെ വീടിനകത്തുള്ള ഓരോ സാധനങ്ങളെയും നമുക്ക് അവിടെ ഇരിക്കാമോ സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. ഒരു മനുഷ്യ ശരീരത്തിന് നമ്മൾ സ്കാൻ ചെയ്യുന്നത് പോലെ വീടിനെ സ്കാൻ ചെയ്യാം. നമസ്കാരം. അലക്സ് അഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സി ചന്ദ്രബോസ് സാറാണ്. സാറ് ട്രിവാൻഡ്രം സ്വദേശിയാണ്. ആദ്യമായിട്ടാണ് സാറുമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്നത്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനൊരു അവസരം ലഭിച്ചത്. വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് സാർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ 20 വർഷത്തിലേറെയായിട്ട് ഫെങ്ഷുയി, അതായത് ചൈനീസ് വാസ്തു, ജിയോപതിക് സ്ട്രെസ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു പോരുന്ന വ്യക്തിയാണ്. 20 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാലയളവാണ്. ഒരുപാട് സാറിന് പേഴ്സണൽ എക്സ്പീരിയൻസസ്, പിന്നെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. ജിയോപതിക് സ്ട്രെസ്സിലേക്ക് എന്താണ് സാറ് കൂടുതൽ ശ്രദ്ധിച്ചത്? അല്ലെങ്കിൽ നമുക്ക് തനതായ വാസ്തു ഉണ്ടായിട്ടും ചൈനീസ് വാസ്തുവായ ഫെങ്ഷുയി അതിലേക്ക് തിരിയാനൊക്കെ ഉള്ള ചില കാരണങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ വാസ്തുവിലാണ് അധിഷ്ഠിതമായിട്ടുള്ളത്. എല്ലാവരും വീട് വയ്ക്കുന്നത്, അതല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും വാസ്തു നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ ചൈനീസ് വാസ്തു നമ്മൾ കാണുന്നത്? അതായത് മറ്റൊരു രാജ്യത്തെ വാസ്തുവാണ്. അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് എങ്ങനെയാണ് ഫലപ്രദമാകുന്നത്? എന്തുകൊണ്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത്? നമ്മുടെ തനതായ വാസ്തു നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു. എന്തിനാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുവാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ നമുക്ക് വാസ്തു പകർന്നു തന്നത്. അത് അളവിലും കണക്കുകളിലും കോലുകളിലുമൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങൾ, നമുക്ക് വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഉള്ള വിശ്വാസത്തെ നമുക്ക് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ വാസ്തു നിലനിൽക്കുന്നത്. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് വാസ്തു നിലനിൽക്കുന്നത്. എന്നാൽ നമുക്ക് തനതായ, ഇപ്പോൾ അഞ്ജന ചോദിച്ച ചോദ്യം എന്ന് പറയുമ്പോൾ, നമുക്ക് തനതായ വാസ്തു ഉള്ളപ്പോൾ എന്തിനാണ് അന്യരാജ്യത്തെ വാസ്തുവിനെ ഇല്ലെങ്കിൽ വിശ്വാസങ്ങളെ നമ്മുടെ രാജ്യത്തോട്ട് ഇറക്കുമതി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഷാർജ എന്ന് പറയുന്ന യുണൈറ്റഡ് അറബ് കൺട്രിയിലുള്ള ഒരു സ്ഥലത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഫോട്ടോഗ്രാഫറാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് സ്റ്റുഡിയോ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ലാൻകോം എന്ന് പറയുന്ന ഒരു ചൈനയിലുള്ള ഒരാളുമായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹവുമായിട്ട് ഈ ഫെങ്ഷുയെ പറ്റിയൊക്കെ ഒരുപാട് മനസ്സിലാക്കുകയും പഠിക്കുകയും പിന്നെ അത് എൻ്റെ മനസ്സിനകത്ത് ഒരുപാട് വിശ്വാസങ്ങൾക്ക് കാരണമായി മാറിയെന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുറി വൈദ്യന്മാരെ പോലെ ഒരുപാട് പേർ ഉപജീവന മാർഗവുമായിട്ട് തന്ത്രവാദവും മന്ത്രവാദവും പൂജയും ചെയ്ത് പാവപ്പെട്ടവരെ കൗളിപ്പിച്ച് പൈസ കൈക്കലാക്കുന്ന ഒത്തിരി പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ലൈനിലോട്ട് തിരിയാൻ ഞാൻ തയ്യാറല്ല. ആ ഒരു വിശ്വാസത്തിലല്ല ഞാനുള്ളത്. എനിക്കതിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതായത് ഒരു കെട്ടിടത്തിൻ്റെ വാസ്തുവിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ രോഗങ്ങളാലോ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഏതെങ്കിലും ഒരു ജ്യോതിഷി പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു വലിയ ഒരു വാസ്തു ദോഷമുണ്ട്, നിങ്ങൾ ആരെങ്കിലും വിളിച്ചെന്ന് കാണിക്കണം. എന്നിട്ട് ജ്യോതിഷി തന്നെ പറയും, എനിക്കൊരാളുണ്ട്. അതായത് നമ്മുടെ ഈ കോഴിക്കോടൻ വടക്കൻ ജില്ലകളിൽ പറയുന്ന പണിക്കർ എന്നാണ് പറയുന്നത്, അല്ലേ? പണിക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ പണിക്കർ എന്ന് പറഞ്ഞാൽ പണിക്കരെ വിളിച്ചൊന്ന് കാണിക്കണം. അപ്പോൾ അവർ തമ്മിലൊരു ടൈപ്പുണ്ട്. ഇത്ര രൂപ നമ്മുടെ വാസ്തുവിന് തരണം, വാസ്തു പൂജ മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഈ പാവപ്പെട്ട മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണതുപോലെയുള്ള അവസ്ഥയിലാവും ഗ്രഹനാഥൻ. ആണ് വാസ്തു എന്ന് പറയുന്നത്. കാരണം വാസ്തുവിൽ അളവുകൾ ശരിയാക്കുവാൻ കെട്ടിടത്തിൻ്റെ നിർമ്മിതിയിൽ മാറ്റം വരുത്തണം, ഇടിക്കണം, പൊളിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ചൈനീസ് വാസ്തു എന്ന് ലോക ജനത തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെങ്ഷുയി, ചൈനീസ് വാസ്തു. ആ ചൈനീസ് വാസ്തുവിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത്. ചൈനീസ് വാസ്തു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഇപ്പം നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിൽ ഒരു കാരണവശാലും ഇടിക്കലോ പൊളിക്കലോ കൂട്ടിച്ചേർക്കലോ പുനർനിർമ്മാണങ്ങളോ ഇല്ലാതെ തന്നെ
നമുക്ക് വാസ്തു കറക്ഷനിലൂടെ എങ്ങനെ കറക്ഷൻ ചെയ്യുമെന്നാണ് അടുത്ത ചോദിക്കാൻ പോകുന്ന അഞ്ചന. അതെങ്ങനെ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു വരാം. സാർ ഞാൻ അതിന് മുമ്പ് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരു വീട് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ചും ആ സ്ഥലത്തിൻ്റെ നിരപ്പ് അല്ലെങ്കിൽ സ്ഥാനമൊക്കെ നോക്കിയിട്ടാണ് ഒരു വീട് വെക്കുന്നത്. ആ ഒരു ഉടമസ്ഥൻ്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടത്തിന് പ്രകാരമാണ് വീട് വെക്കുക. വീട് വെച്ച് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നമുക്കിങ്ങനെ വാസ്തു പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ, അതായത് ഇതിൽ പ്രശ്നം വരുമ്പോഴാണ് അന്വേഷിക്കുക. അപ്പം ഈ ചൈനീസ് വാസ്തു ഉപയോഗിച്ച് കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ ശരിക്കും വാസ്തു പ്രശ്നം വീട്ടിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ട് എത്ര ശതമാനം മാറ്റം വരെ കൊണ്ടുവരാൻ സാധിക്കും? അതായത് ഇപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ വാസ്തുവിൽ ഇടിക്കലും പൊളിക്കലും ഇല്ല എന്ന് പറഞ്ഞില്ല. ഒരു 3 സെൻറ്റോ 4 സെൻറ്റോ വസ്തുവുള്ള ഒരാളിന് വീട് വയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഗ്രാമങ്ങളിൽ പോയി താമസിക്കുവാൻ അവർ മിക്കവാറും ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. അവർക്കെല്ലാം എല്ലാ വിധത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്ത് വേണം, അതിനൊക്കെ തന്നെ ഹോസ്പിറ്റലുകൾ അടുത്ത് വേണം, യാത്രാ സൗകര്യം ഉണ്ടായിരിക്കണം, ജോലി സംബന്ധമായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3-4 സെൻറ്റ് സ്ഥലത്തായിരിക്കും ഒരു വീട് വയ്ക്കുക. ആ വീട് വയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാ വാസ്തു നിയമങ്ങളും അനുസരിച്ച് വീട് വയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവിടെയാണ് ഫെങ്ഷുയുടെ വിജയം. അപ്പോൾ വാടക വീട്ടിലാണെങ്കിൽ നമുക്ക് ഇടിക്കലോ നിരക്കലോ ഒന്നും ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ആരാണോ ഉടമസ്ഥൻ അവർക്കിതൊന്നും വിശ്വാസം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ തന്നെ അവർക്ക് അതൊന്നും ചെയ്യുവാൻ വേണ്ടി നമ്മൾ സമ്മതിക്കില്ല, അവർ സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മൾ താമസിക്കുന്ന അത്രയും ദിവസവും തന്നെ അത്രയും വർഷങ്ങൾ തന്നെ ആ വീട് നമുക്ക് സ്വന്തമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ വീട് നമുക്ക് സ്വന്തമാണ്, നമ്മുടെ വീടിൻ്റെ ഒരു ജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ഇത് വാസ്തുവിൽ പറയുന്നത് ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 4 സമചതുരത്തിനോ ദീർഘചതുരത്തിനോ ആയിരിക്കണം നമ്മുടെ വീടെന്ന് പറയുന്നത്. ആ വീട് അങ്ങനെ അല്ലാതായിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് കൂട്ടിച്ചേർക്കലിന് കഴിയുന്നില്ല, ഇടിച്ച് മാറ്റാനും കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഫെങ്ഷി പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് മൂലയെ അറിയപ്പെടുന്നത് സമ്പത്തിൻ്റെ മൂല, അഗ്നികോൺ, വെൽത്തിൻ്റെ മൂല, വെൽത്ത് ഉണ്ടാകുന്ന അത് അഗ്നികോൺ, വെൽത്തിൻ്റെ സെൻറ്ററായിട്ടാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗം നിങ്ങൾക്ക് അത് കട്ടായി കിടക്കുന്നു, വിട്ടുപോയി കിടക്കുന്നു, അവിടെ നമ്മൾ കെട്ടിയെടുത്തില്ല, ഒരു എൽ ഷേപ്പിനാണ് അത് നിൽക്കുന്നത് എന്നിരിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എത്ര അധ്വാനിച്ചാലും വളരെയധികം കഠിനമായിട്ട് നിങ്ങൾ അധ്വാനിച്ച് ഈ മാസം നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, ഇത്ര രൂപ എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര രൂപ എനിക്ക് മിച്ചം വെക്കണം. ഈ ആരും ആഗ്രഹിക്കുന്നത് അതാണല്ലോ. അപ്പം നിങ്ങൾക്ക് 5 പൈസ പോലും കയ്യിൽ വെക്കാൻ വെക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ അത് ചിലവായി പോവുക. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം നമ്മുടെ വെൽത്ത് കോണ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? വെൽത്ത് കോണർ നഷ്ടപ്പെടുകയും ചെയ്തു. അവിടെയാണ് നിങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് ഉള്ളതെങ്കിലും വെൽത്ത് കോണർ ഇങ്ങനെ കട്ടായി കിടക്കുന്നു, സമ്പത്തിൻ്റെ മൂല കട്ടായി കിടക്കുന്നു, അവിടെ തന്നെയാണ് സെപ്റ്റിക് ടാങ്ക് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സമ്പത്തിൻ്റെ മുകളിൽ നമ്മുടെ എന്താ ചെയ്യുന്ന വേസ്റ്റ് എല്ലാം കൂടി കൊണ്ടുവച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ കഴിയുന്നത്? അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഫെങ്ഷി നോക്കുന്നത്. ഫെങ്ഷി തികച്ചും ഓരോ വീടുകളും നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫെങ്ഷി കറക്ഷൻ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു വീട് വന്ന് നോക്കുന്നു, ഏതെങ്കിലും ഒരു വീടായിക്കോട്ടെ, ഇപ്പോൾ കോഴിക്കോട് തന്നെ ഇഷ്ടയില്ല അങ്ങനെ പറയേണ്ട ഒത്തിരി സ്ഥലത്ത് ഞാൻ പോയിട്ട് വീട് നോക്കിയിട്ടുണ്ട്, സ്ഥിരം യാത്രയിലായതുകൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അവിടെ വീട്ടിനകത്തോട് കയറി ചെല്ലുമ്പോൾ തന്നെ ആ വീട്ടിനകത്ത് എന്ത് പ്രശ്നമാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണെന്ന് അപ്പോഴും ഞാൻ പറയും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സാമ്പത്തികമായിട്ട് അധിക ചിലവാണ്, അത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് നല്ല കറുത്ത് ഇരുണ്ട ഇലകളുള്ള ചെടികൾ വെച്ച് അവിടെ വൃത്തിയാക്കി വിട്ടതിന് ശേഷം നല്ല വെള്ളം കൊടുത്ത് നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെക്കാൻ കഴിയുമെങ്കിൽ അത് വെച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബൂസ്റ്റ് ചെയ്യണം, പോസിറ്റീവ് എനർജിയോടെ ഉണ്ടാക്കണം. അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീടിനകത്ത് തന്നെ സൗത്ത് ഈസ്റ്റ് കോർണറിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ബൂസ്റ്റ് ചെയ്യണം സൗത്ത് ഈസ്റ്റ് കോർണറിനെ. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം വരും. എന്നാൽ മൂത്ത മകളുടെ സ്ഥാനം കൂടിയാണ് ഫെങ്ഷുയിൽ സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത്, മൂത്ത മകളുടെ. അപ്പോൾ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണെങ്കിലും ഇതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അതിന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ മാസ്റ്റർ ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ ഈ സൗത്ത് ഈസ്റ്റ് കോർണറിൽ മാസ്റ്റർ ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും? അത് മാസ്റ്റർ ബെഡ്റൂമിന്റെ സ്ഥാനം സൗത്ത് ഈസ്റ്റ് അല്ല, അതെ അടുക്കളയാണ് വരേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് അവിടെ ചൂടാണ്, അഗ്നിയുടെ സ്ഥാനമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ വശം കൂടെ നോക്കുമ്പോഴത്തേക്ക്, പ്രായോഗികത നോക്കുമ്പോഴത്തേക്ക് അവിടെ ശരിയായ ഒരു ദിശയല്ല. അത് കിച്ചൻ്റെ സ്ഥാനം തന്നെയാണ്. കിച്ചൻ്റെ നമ്പർ 1 സ്ഥാനം എന്ന് പറയുന്നത് അഗ്നികോണായിട്ടുള്ള സൗത്ത് ഈസ്റ്റും 2 നോർത്ത് ഈസ്റ്റുമാണ് ആണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അത് വരുന്നത് ഒരു കാരണവശാലും നല്ലതല്ല. ഇപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ കാര്യം അച്ഛനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം.
ബെഡ്റൂമിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് തന്നെയാണ്. തെക്ക് പടിഞ്ഞാറ് വശം തന്നെയാണ് ബെഡ്റൂമിന് ദമ്പതികൾക്ക് ഏറ്റവും പറ്റിയ സ്ഥാനം. അതിന് യാതൊരു സംശയമില്ല, അവിടെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കാതെ വേറെ ഒരു റൂം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടിൽ ആവുകയും ചെയ്യും. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം ഈ അടുക്കള വന്നില്ല, അപ്പോൾ ബെഡ്റൂം വന്നു പോയെങ്കിൽ അതിനെ ഇപ്പോൾ ഇടിച്ചു മാറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ ഫെങ്ഷൂയി വെച്ചിട്ട് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ? ഇപ്പം സൗത്ത് വെസ്റ്റില് ബെഡ്റൂം വന്നുപോയി, അപ്പം സാർ പറഞ്ഞ ചൂട് കൂടുതലാണ്, പിന്നെ അത് സൗത്ത് ഈസ്റ്റില് അങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ നമുക്കതിപ്പം കറക്റ്റ് ചെയ്യാനായിട്ട് വേറെ മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഇടിച്ചു നിരത്താതെ ഏത് രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും? അല്ല, ബെഡ്റൂമിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ ബെഡ്റൂമിന്റെ ആ റൂമിന് ഓരോ റൂമിനും സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ ബെഡിനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സൗത്ത് വെസ്റ്റ് കോർണറിലോട്ട് നമ്മൾ അതിനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കുവാൻ നമ്പറുണ്ട്. കുവാൻ നമ്പർ എന്ന് പറയുമ്പോൾ ചൈനീസ് വാസ്തുവിലാണ്, ചൈനീസ് ഫെങ്ഷുയിലാണ് പറയുന്നത് കുവാൻ നമ്പർ എന്ന് പറയുന്നത്. കുവാൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിച്ച ദിവസവും മാസവും വർഷവും എല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ നമ്പർ കണ്ടുപിടിക്കുകയും ഓരോ വ്യക്തികളും 1 മുതൽ 9 വരെയുള്ള ലക്കി നമ്പറാണ് വരുന്നത്. അതിൽ ഈസ്റ്റ് ഗ്രൂപ്പും ഉണ്ടാവും, വെസ്റ്റ് ഗ്രൂപ്പും ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ഈസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും, മറ്റൊരാൾ വെസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കാം. ആ വെസ്റ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ല റൂം എന്ന് പറയുന്നത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, ഈ ഭാഗങ്ങളൊക്കെയാണ് അവർക്ക് നല്ല വരുന്നത്. മറ്റേ ഈസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിൽ സൗത്ത്, നോർത്ത്, നോർത്ത്, സൗത്ത് ഈസ്റ്റ് ഈ ഭാഗങ്ങളായിരിക്കും അവർക്ക് വരുന്നത്. അപ്പോൾ ആ റൂമിനകത്ത് അവർ കിടക്കുന്നത് നല്ലതായിരിക്കും, അവർക്ക് നല്ല എനർജി കിട്ടാൻ കാരണമായി മാറും. എന്നാൽ ഈ ഭാഗങ്ങളിലൊന്നും ഒരു കാരണവശാലും ഒരു വേസ്റ്റും ഉണ്ടാകാൻ പാടില്ല. അത് ആ വ്യക്തിയെ ബാധിക്കുന്നതാണ്, അങ്ങനെയുള്ള വ്യക്തികളെ ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ വാസ്തുവും ചൈനീസ് വാസ്തുവായിട്ടുള്ള വ്യത്യാസമാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം വാസ്തു എന്ന് പറയുമ്പോൾ ശരിക്കും സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചൈനീസ് വാസ്തു എന്ന് പറയുമ്പം ഇന്റേണൽ അല്ലെങ്കിൽ നമുക്ക് അകത്തുള്ള ഇന്റീരിയർ ചേഞ്ചസ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്, നോൺ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. അപ്പം ചിലർ കണ്ണാടികൾ സ്ഥാപിക്കുക പലയിടത്തായിട്ട്, അതല്ലെങ്കിൽ ചെടികൾ പല സ്ഥലങ്ങളിൽ വെക്കുക, അപ്പം മുള്ളു ചെടികളോ അങ്ങനെയുള്ള ചില ചെടികളൊന്നും വെക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പിന്നെ ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ ചില സ്ട്രക്ചേഴ്സ് വെക്കാറുണ്ട്. അപ്പം പലതരത്തിലുള്ള ഫെങ്ഷൂയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില ചിത്രങ്ങൾ മതിലിൽ തൂക്കുന്ന ഇന്ന ഡയറക്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇന്ന കളറുകൾ റൂമിന്, ഇപ്പോൾ ബെഡ്റൂമിനൊരു കളറ്, കിച്ചണിനൊരു കളറ്, അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ റൂമിനൊരു കളറ്, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതെങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോൾ ആദ്യമായി ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം നോക്കുന്ന വീടിൻ്റെ 4 സൈഡിലുമാണ് നോക്കുന്നത്. ആ വീടിൻ്റെ മുഖം എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് അതാണ് ആദ്യം നോക്കുന്നത്. ഇപ്പോൾ വെസ്റ്റ് ആകാം, സൗത്ത് ആകാം, ഈസ്റ്റ് ആകാം, നോർത്ത് ആകാം. ആ സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നറിയാം. അതിനുശേഷം 4 കോർണറുകളും വീടിൻ്റെ മധ്യഭാഗവും എല്ലാം നോക്കും. എവിടെയാണ് സെപ്റ്റിക് ടാങ്ക്, മറ്റ് ടാങ്കുകൾ എവിടെ വേസ്റ്റേജ്, അതിലെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് അപ്പോഴേ മനസ്സിനകത്ത് ഒരു തീർച്ച മൂർച്ച വരുത്തി ഇവിടുത്തെ പ്രശ്നം ഇതാണ്. എന്നിട്ട് ആ വീട്ടിലെ ഗൃഹനാഥനോട് അല്ലെങ്കിൽ ഗൃഹനാഥയോട് ഇല്ലെങ്കിൽ മുതിർന്ന ആളോട് പറയും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരെന്നെ വിളിച്ചിരുന്നാലും ഇങ്ങോട്ട് ഒരു കാര്യം പറയേണ്ടതില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്. അതിന് 100% എനിക്ക് വിശ്വാസമുണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കെട്ടിയെടുക്കാൻ പറയും. നമുക്ക് കെട്ടിയെടുക്കേണ്ട കാര്യമില്ല. നമ്മളെന്ത് ചെയ്യുന്ന കോപ്പറില്ലേ, കോപ്പർ നമ്മുടെ എർത്തിൽ ഉപയോഗിക്കുന്ന കോപ്പറിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുഴിയെടുത്തിട്ട് ആ സ്ഥലത്ത് ഇങ്ങനെ സ്ക്വയറായിട്ട് ഇട്ട് കൊടുത്താൽ മതി, കാര്യം കഴിഞ്ഞു. മതി, അത്രേ ഉള്ളൂ. അതിനൊക്കെ തന്നെ ഒരുപാട് റെമഡികൾ നമുക്ക് ചെയ്യാൻ പറ്റും. നിസ്സാരമായിട്ട് വളരെ സിമ്പിളാണ്. കലയും ശാസ്ത്രവും കൂടി ഒന്നിച്ച് സമ്മേളിക്കുന്നതാണ് ചൈനീസ് വാസ്തു അഥവാ ഫെങ്ഷി എന്ന് പറയുന്നത്. കലയും ശാസ്ത്രവും ഇന്റീരിയർ ഡെക്കറേഷൻ. ഇപ്പോൾ അച്ഛനെ ചോദിച്ചു വന്നത് ഇന്റീരിയർ ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇന്റീരിയർ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ അർത്ഥമറിയാത്ത ചിത്രങ്ങൾ നമ്മുടെ ചുവരുകളിൽ പലരും തൂക്കിയിടാറുണ്ട്. അർത്ഥം അറിയാത്ത ചിത്രങ്ങൾ നമ്മുടെ ചുവരുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതെല്ലാം നെഗറ്റീവായിരിക്കും, ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് നമ്മുടെ കണ്ണുകൾ കൊണ്ട്, ഫെങ്ഷുയി കണ്ണുകൾ കൊണ്ട് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു ചുവരിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം, ഒരു കണ്ണിൽ നിന്ന് മാത്രം ഒരു തുള്ളി കണ്ണുനീരിങ്ങനെ വീണിരിക്കുന്നു. എൻ്റെ അനുഭവമാണ് ഇവിടെ തിരുവല്ല ചങ്ങനാശ്ശേരി ഭാഗത്ത്. ആ കുട്ടിയുടെ വിവാഹം റിവേഴ്സായിരിക്കുന്നു എന്നുള്ളതാണ് അതിന് സത്യം. ചില വീടുകളിൽ ചെല്ലപ്പോഴത്തേക്കും നമുക്ക് മുൾക്കിരീടം ചൂടിയിട്ടുള്ള ജീസസിൻ്റെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണ് ജീസസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം ബ്ലഡുമായിട്ട് ഒലിപ്പിച്ച് ഇങ്ങനെ ഇതായി നിൽക്കുന്ന ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ അവസ്ഥ അത് തന്നെയായിരിക്കും. മരിച്ചവരുടെ ഫോട്ടോ ചുവരുകൾ നിറയെ വെച്ചിരിക്കുന്നു. ഓരോരുത്തരും ഇങ്ങനെ മാറി 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 വെച്ചിരിക്കുക.
സ്ഥാനം പിടിക്കുന്നിടത്ത് വരും. അപ്പോൾ അതങ്ങനെയുള്ളതൊന്നും വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ സ്കാനർ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ സ്കാനർ ജിയോപതിക് സ്ട്രെസ് ലൈനുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായിരുന്ന റിട്ടയർഡ് മന്നാം കൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു കണ്ടുപിടിച്ചിട്ടുള്ള 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് പേറ്റന്റ് നേടിയിട്ടുള്ളതാണ് ഈ മെഷീൻ. ഈ മെഷീൻ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങളെയും നമുക്ക് അവിടെ ഇരിക്കാമോ സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. ഒരു മനുഷ്യ ശരീരത്തിനെ നമ്മൾ സ്കാൻ ചെയ്യുന്നത് പോലെ വീടിനെ സ്കാൻ ചെയ്യാം. ആ വീടിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ എവിടെ പ്ലേസ് ചെയ്യണം, എവിടെ പ്ലേസ് ചെയ്യാൻ പാടില്ല, ഏതാണ് നെഗറ്റീവ്, ഏതാണ് പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള സാധനം അങ്ങ് മാറ്റിയാൽ പോരെ, അപ്പോൾ തന്നെ പോസിറ്റീവായല്ലോ. അതിന് വേറൊരു സാധനം പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം, ഒരു ടൂൾ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിരിക്കട്ടെ, വീടിൻ്റെ ആഡംബരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. അർത്ഥമറിയാത്ത ചിത്രമോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാച്യു നമ്മൾ വയ്ക്കുന്നത്. ആ സ്റ്റാച്യു നമുക്ക് നെഗറ്റീവ് എനർജിയാണ് അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ, പോയിസൺ ആരോസാണ്, വിഷാസ്ത്രങ്ങളാണ് നമുക്കത് തരുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന ഒരു ടൂൾ നിങ്ങൾക്ക് തരുന്നത് പോസിറ്റീവ് എനർജിയാണ്, വിഷാസ്ത്രമാണ്, നിങ്ങളറിയാതെ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കാൻ ചെയ്ത് നോക്കാം. അച്ഛൻ അവിടെ നിന്ന് മാറ്റിയാൽ മതി, അപ്പോൾ തന്നെ പോസിറ്റീവായി. നമ്മുടെ വീട്ടിലെ മിക്കവരും മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്ഥാനം ഉണ്ടാവും. അതായത് പല പല അസുഖങ്ങൾക്ക്, ഇപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ജലദോഷത്തിന് അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥാനം ഉണ്ടാവും. അപ്പോൾ അത് ബെഡ്റൂമിൽ മരുന്നുകൾ ചിലർ സൂക്ഷിക്കും. കാണുന്ന രീതിയിൽ വയ്ക്കുന്നത് ഒരിക്കലും ശരിയല്ല. എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ മരുന്ന് കുപ്പികളെല്ലാം. എനിക്ക് ഇന്ന് ഇത്രയും മരുന്ന് കഴിക്കേണ്ടതുണ്ട്. വീണ്ടും 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 എൻ്റെ ബോധ മനസ്സിൽ ഉപബോധ മനസ്സിനകത്തും അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് കഴിക്കേണ്ട മരുന്നാണ്, ഞാൻ രോഗിയാണ്. നമ്മൾ കാണാത്ത രീതിയിൽ ഏതെങ്കിലും അലമാരക്കകത്ത് വെച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. ബെഡ്റൂമിൻ്റെ അലമാരക്കകത്തായിരുന്നാലും അത് സൂക്ഷിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെക്കണം മരുന്നിൻ്റെ മനുഷ്യൻ. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ നമ്മൾ വാസ്തുവുണ്ട്, ഫെങ്ഷിയുണ്ട്, ജിയോ ബയോളജിയുണ്ട്, ജർമ്മൻ ടെക്നോളജിയുണ്ട്, അമേരിക്കൻ്റെ ആസ്ട്രകമ്പനങ്ങളുണ്ട്. അങ്ങനെ പല രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പല വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. അപ്പോഴാണ് നമ്മളെ ജിയോപതിക് സ്ട്രെസ്, ഭൂഗർഭ സമ്മർദ്ദങ്ങൾ ഒരു മനുഷ്യനിൽ നിന്ന് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ രോഗങ്ങൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കണം. ജിയോപതിക് സ്ട്രെസ് ലൈനുകൾ എന്നാൽ എന്താണ്? അപ്പോൾ ഒരു വീട്ടിലെ വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സ്പ്രെഡ് ചെയ്യുന്ന എനർജി മുകളിലോട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. അതായത് വൈദ്യുതി കൂടുതലായിട്ട് പ്രവാഹം ഉണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് 60 അല്ലെങ്കിൽ ഒരു 70 അതുവരെ നമ്മുടെ കോശങ്ങൾക്ക് താങ്ങാൻ വേണ്ടി കഴിയും. പക്ഷേ 100, 120, 150 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ക്ഷയിച്ചു പോകും, നമ്മുടെ ചൈതന്യമാകെ പോകും, നമ്മളെ രോഗബാധിതനായി തീരും. അപ്പോൾ ആ സ്ട്രെസ് ലൈനുകൾക്കാണ് പറയുന്നത് ഗ്രിഡ് ലൈനുകളെന്നും കറി ലൈനുകളെന്നും. 2 പ്രശസ്തരായ ജർമ്മൻ ഡോക്ടർമാരുടെ പേര് കൂടിയാണ് അതിനകത്തുള്ളത്. മെഡിക്കൽ ഡോക്ടർമാർ മാത്രമായിരുന്നില്ല, അവർ മറ്റു രീതിയിലുള്ള ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള മനുഷ്യരാണ്. ഗ്രിഡ് ലൈനും ഡോക്ടർ കറിമാൻ, ആ ലൈനുകളുള്ളത്. ആ ലൈനുകളുടെ നോഡൽ ഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കറി ലൈൻ കടന്നു പോകുന്ന ജിയോപതിക് സ്ട്രെസ് ലൈൻ കടന്നു പോകുന്ന ഈ മെഷീൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ വീട്ടിൽ ഈ ലൈൻ കടന്നു പോകുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തായിട്ട് ഈ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇട്ടതിന് ശേഷം ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് ബോട്ടലായിട്ടിരിക്കുന്നത് നമ്മുടെ ഹോമിയോ മരുന്ന് ഇറക്കും. ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ഒരു വീട് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഒരാളിൻ്റെ സലൈവ എടുത്തിട്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഒരു വീടിന് IR ഉം UR തമ്മിലുള്ള അൾട്രാവയലറ്റും ആയിട്ടുള്ള ഇത് സാമ്പിൾ കിട്ടിയതിന് ശേഷം അത് കണ്ടുപിടിക്കാൻ പറ്റും. വീടിൻ്റെ ജലസാന്നിധ്യം എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെ, കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വീടിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ നമുക്കറിയില്ലല്ലോ. ഈ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ഈ ഭൂമിക്കകത്ത് നേരത്തെ താമസിച്ചിരുന്നത് ഏതെങ്കിലും ബോഡി അടക്കം ചെയ്തിട്ടുണ്ടോ? നമുക്കിങ്ങനെ അറിയാൻ പറ്റുക. അപ്പോൾ ഈ ബോൺസുകളിൽ ഉണ്ടാകുന്ന പോയിസൺ ആരോസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, വിഷാദ രോഗങ്ങൾ, വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നങ്ങൾ, ആകെ മൂടിയായിട്ടിരിക്കുന്ന ഒരു അനുഭവം പല വീടുകളിലും കണ്ടുവരുന്നു. നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിയോപതിക് സ്ട്രെസ് ലൈൻ കടന്നു പോകുന്ന ഭാഗത്താണ് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ കിടക്കുന്നതെങ്കിൽ, അവരുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തൂടെയാണ് ഈ ലൈൻ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയാണ് നമ്മുടെ ഡോക്ടർ കൊടുക്കുന്ന രോഗത്തിനുള്ള മരുന്നാണ്. അല്ല സ്ഥായിയായിട്ടുള്ള ഒരു സംഭവം കണ്ടുപിടിക്കാൻ ഡോക്ടർ കഴിയില്ല.
ഡോക്ടർക്ക് രോഗശാന്തിക്കുള്ള രോഗം വിട്ടുപോകാനുള്ള ഒരു മരുന്ന്, ഒരു മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന് ശരിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിക്കടിയിൽ വരുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ അത് പല സ്ഥലത്തും നമ്മൾ റോഡിൽ എഴുതി വെച്ചിട്ടില്ല ആക്സിഡൻറ്റ് സോൺ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ വിചാരിച്ചിരിക്കാതെ ആക്സിഡൻറ്റുകൾ നടക്കുന്നു. ജിയോപതിക് സ്ട്രെസ് ലൈൻ ആ ഭാഗത്തൂടി കടന്നു പോവുകയാണ്. അപ്പം നമ്മുടെ മൈൻഡിലുള്ള സിഗ്നലുകൾ മാറിപ്പെടുന്നു. ഒരു നിമിഷം കൊണ്ട് തന്നെയാണ് അവിടെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നത്. ജിയോപതിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഭൂഗർഭ സമ്മർദ്ദം. അപ്പോൾ ഈ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ തന്നെ സമ്മർദ്ദമുണ്ട്, അത് വീട്ടിലേക്ക് ബാധിക്കുന്നു, വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങളെ ബാധിക്കുന്നു, അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാം